Hello friends, welcome to Law Students Corner. Kerala Law Entrance Examination ലീഗൽ ടേംസ് ആൻഡ് ലീഗൽ മാത്സിൻസ് ചോദിക്കാറുണ്ട്. ലീഗൽ മാത്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് പ്രപ്പോസിഷൻ എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ആക്ച്വലി ഇത് ലാറ്റിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ്. നിങ്ങൾക്ക് എക്സാമിനേഷന് ഒരു ലാറ്റിൻ വേർഡ് ഓർ ഫ്രേസ് തന്നിട്ട് അതിൻ്റെ മീനിങ് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയും. കഴിഞ്ഞ വർഷം 3A LLB എൻട്രൻസ് എക്സാമിനേഷന് 12-13 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ലീഗൽ ടേംസ് ആൻഡ് മാത്സിൻസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണലി ക്ലാറ്റ് എക്സാമിന് ചോദിച്ച കുറച്ച് ടേംസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ 2-3 തവണ ഈ വീഡിയോ കാണുക. കേട്ട് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബൈ ഹാർട്ട് ആയിക്കോളും. ഇനി നമുക്ക് ആ ടേംസ് ആൻഡ് മാത്സിൻസ് പഠിക്കാം. ആഡ് വെലേറം മീൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹാം, അക്കോർഡിംഗ് ടു വാല്യൂ, ടു ദ സെയിം തിങ്, ടു ബി സോൺ. ഹിയർ ആഡ് വെലേറം മീൻസ് സംതിങ് ഇൻ പ്രപ്പോർഷൻ ടു ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദി ഗുഡ്സ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ മൂല്യങ്ങൾക്ക് അനുസൃതമായി ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആഡ് വെലേറം എന്ന് പറഞ്ഞാൽ ലീഗൽ ടേമിൻ്റെ മീനിങ് അക്കോർഡിംഗ് ടു ദ വാല്യൂ. കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വെലേറം വാല്യൂ. അപ്പോൾ ആഡ് വെലേറം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു വാല്യൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. Corpus delicti means option A, before one who is not a judge. Option B, present the body. Option C, body of the delegate. Option D, body of the crime. Here, corpus delicti refers to the principle that there must be some proof that a crime has been committed before a person can be convicted of having committed that crime. എന്ന് വെച്ചാൽ ഒരു വ്യക്തി കുറ്റവാളിയാണെന്ന് തെളിയിക്കണമെങ്കിൽ അയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന് പ്രൂഫ് വേണം. അതിനെയാണ് കോർപ്പസ് ഡെലിക്റ്റി എന്ന് പറയുന്നത്. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്തുനിന്ന് കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, ബോഡി ഓഫ് ദി ക്രൈം. അതായത് കുറ്റകൃത്യം ചെയ്തതിനുള്ള പ്രൂഫ്. അത് ഡെഡ് ബോഡി ആകാം, ആ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഉപകരണങ്ങളാകും, അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കോർപ്പസ് എന്ന വാക്ക് നിങ്ങൾ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടാകും. ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്തു എന്നൊക്കെ. എന്താണ് ഈ ഹേബിയസ് കോർപ്പസ് റിട്ട്? ഒരാളെ, ഒരു ഡീറ്റെയിൻ ചെയ്ത ഒരു വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. ഇവിടെ ഓപ്ഷൻ ബിയിൽ പറയുന്ന പ്രസൻറ്റ് ദി ബോഡി എന്നതാണ് ഹേബിയസ് കോർപ്പസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡേ നൊവോ മീൻസ് ഓപ്ഷൻ എ, ന്യൂ. ഓപ്ഷൻ ബി, നത്തിങ്. ഓപ്ഷൻ സി, ഡിക്ലൈൻ. ഓപ്ഷൻ ഡി, വേവ്. ഡേ നൊവോ എന്ന് പറഞ്ഞാൽ ന്യൂ. ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നൊവോ, ന്യൂ. ഡോളി ഇൻകപ്പാറ്റ്സ് മീൻസ്. ഈ വേർഡ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഡോളി എന്ന് പറഞ്ഞാൽ പാവയായിട്ട് റിലേറ്റഡ്, ഡോൾ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ്. ഇൻകപ്പാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻകേപ്പബിൾ, ചെയ്യാൻ സാധിക്കില്ല. എ പേഴ്സൺ ഹൂ ഈസ് ഇൻകേപ്പബിൾ ഓർ എ ചൈൽഡ് ഹൂ ഈസ് ഇൻകേപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് എ ക്രൈം. ജുവനൈൽ ജസ്റ്റിസിൽ 7 വയസ്സിൽ താഴെയുള്ളവരെയാണ് ഡോളി ഇൻകപ്പാറ്റ്സ് അല്ലെങ്കിൽ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഗ്രേഷ്യ മീൻസ്. 4 ഓപ്ഷൻ ഉണ്ട്. വിത്തിൻ ദി പവർ, വിത്തിൻ ദി റൈറ്റ്, ആസ് ഫേവർ, ബിയോണ്ട് ദി ലിമിറ്റ് ഓഫ് ലോ. ഇവിടെ എക്സ് ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് ഫേവർ. നമ്മുടെ ഇവിടെ COVID-19 ആയപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ല സഹായം ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ, മാനുഷിക പരിഗണന വെച്ച് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് തോന്നിയവരൊക്കെ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് എക്സ് ഗ്രേഷ്യ പേയ്മെൻറ്റ്. അവിടെ ഒരു കമ്പൽഷനോ ഒരു നിർബന്ധമോ ഒന്നും ആരും ചെലുത്തുന്നില്ല.
ഒരു മാനുഷികമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ആസ് എ ഫേവർ, ഒരു ഫേവർ ചെയ്യുന്നതാണ്. അതിനെയാണ് എക്സ് ഗ്രേഷ്യ എന്ന് പറയുന്നത്. എക്സ് ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ ആസ് എ ഫേവർ. ഈ വേർഡ് നിങ്ങളിനി മറക്കരുത്. അടുത്ത ലീഗൽ ടേം എസ് ജസ്ഡം ജനറിസ്. ഓപ്ഷൻ എ ഓഫ് ദി സെയിം കൈൻഡ്, ഓപ്ഷൻ ബി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്, ഓപ്ഷൻ സി ഗ്രേഷ്യസ് ആക്ട്, ഓപ്ഷൻ ഡി ഈസ്മെൻറ്റ് ബൈ ഗ്രാൻഡ്. എസ് ജസ്ഡം ജനറിസ് എന്ന് പറഞ്ഞാൽ ഓഫ് ദി സെയിം കൈൻഡ്. അടുത്ത ലീഗൽ ടേം ഫാക്ടം എസ്റ്റ്. ഓപ്ഷൻ എ ഫാക്ച്വൽ മിസ്റ്റേക്ക്, ഓപ്ഷൻ ബി ഫ്യൂച്ചർ ആക്ട്, ഓപ്ഷൻ സി ഫാക്ച്വൽ അനാലിസിസ്, ഓപ്ഷൻ ഡി അക്കംപ്ലിഷ്ഡ് ഫാക്ട്. ഈ ടേമിൽ നിന്നും തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഫാക്ടം മീൻസ് അവിടെ ഫാക്ട് എന്നൊരു വേർഡ് എന്തായാലും വരും. എസ്റ്റ് മീൻസ് അക്കംപ്ലിഷ്ഡ് ഫാക്ട്. ഫാക്ടം എസ്റ്റ് മീൻസ് അക്കംപ്ലിഷ്ഡ് ഫാക്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, അക്കംപ്ലിഷ്ഡ് ഫാക്ട്. അടുത്ത ടേം ഇൻ ക്യാമറ. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കാം. ഇൻ പ്രൈവറ്റ്, ഓപ്ഷൻ ബി പബ്ലിക്, ഓപ്ഷൻ സി ഓപ്പൺ ട്രയൽ, ഓപ്ഷൻ ഡി ഓറൽ സബ്മിഷൻ. ഇൻ ക്യാമറ മീൻസ് ഇൻ പ്രൈവറ്റ്, അതായത് ജഡ്ജിൻ്റെ ചേംബറിൽ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന മീറ്റിങ്ങോ കേസോ കാര്യങ്ങളോ ഒക്കെയാണ് ഇൻ ക്യാമറ എന്ന് പറയുന്നത്. അവിടെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മീഡിയ ഒന്നും അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇൻ ക്യാമറ മീൻസ് ഇൻ പ്രൈവറ്റ്. അടുത്ത ടേം ഇൻ ല്യൂ. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻ പ്ലേസ് ഓഫ്, ഓപ്ഷൻ ബി സെയിം, ഓപ്ഷൻ സി ഡിഫറെൻറ്റ്, ഓപ്ഷൻ ഡി കോൺട്രാസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻ ല്യൂ മീൻസ് ഇൻ പ്ലേസ് ഓഫ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ലിംനെ. ഓപ്ഷൻ എ ഇൻ ദ മീൻ വൈൽ, ഓപ്ഷൻ ബി ഓൺ ദി ത്രെഷോൾഡ്, ഓപ്ഷൻ സി ബൈ ദി വെരി ഫാക്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഇൻ ലിംനെ മീൻസ് ഓൺ ദി ത്രെഷോൾഡ്, ഓപ്ഷൻ ബി ഓൺ ദി ത്രെഷോൾഡ്. അതായത് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ ഇതിന് പറയാം. അതാണ് ഇതിൻ്റെ മീനിങ്. അടുത്ത ടേം നോക്കാം. ഇൻ്റർവീവേഴ്സ്. ഓപ്ഷൻ എ ബൈ റീസൺ ഓഫ് എ സബ്സിക്വൻറ്റ് ആക്ട്, ഓപ്ഷൻ ബി ബിറ്റ്വീൻ ലിവിങ് പേഴ്സൺസ്, ഓപ്ഷൻ സി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. Inter means between, weavers means living person. So the answer is interweavers means option B between living persons. അടുത്ത question in pari delicto means option A where the lawyer is at fault, option B where the petitioner is at fault, option C where the judge is at fault, option D where both the parties to a dispute are equally at fault. In pari delicto means option D where both the parties to a dispute are equally at fault. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജസ് നാച്ചുറാലെ. ഓപ്ഷൻ എ ലോ ഓഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ബി പോസിറ്റീവ് ലോ, ഓപ്ഷൻ സി നാച്ചുറൽ ജസ്റ്റിസ്, ഓപ്ഷൻ ഡി നാച്ചുറൽ ലോ. ജസ്റ്റ് നാച്ചുറാലെ, ആ വാക്ക് കേൾക്കുമ്പോൾ രണ്ട് വേർഡ്സ് ഉണ്ട്, ജസ്റ്റ് ഉണ്ട്, നാച്ചുറാലെ. അതിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ജസ്റ്റ് മീൻസ് ലോ, നാച്ചുറാലെ മീൻസ് നാച്ചുറൽ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി നാച്ചുറൽ ലോ. ജസ്റ്റ് നാച്ചുറാലെ മീൻസ് നാച്ചുറൽ ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക്കസ് സ്റ്റാൻഡി മീൻസ് ഓപ്ഷൻ എ റൈറ്റ് ടു ബി ഹേർഡ് ഇൻ എ കേസ്, option B right to seek remedy from court, option C right to put the case in front of the court, option D all of the above. ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ ഒരു കേസ് കേൾക്കാനുള്ള ഒരു റൈറ്റ് വേണം, കോടതി അതിന് തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം, ആ കോടതിയിൽ കേസ് മുന്നോട്ട് വെക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അടുത്ത ടേം മാല ഇൻസെ. ഓപ്ഷൻ എ ഗുഡ് ഇൻ ദംസെൽസ്, ഓപ്ഷൻ ബി ബാഡ് ഇൻ ദംസെൽസ്, ഓപ്ഷൻ ബി സി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. മാല മീൻസ് ബാഡ്. So the option B is the answer, bad in themselves. Mala inse means bad in themselves.
അടുത്ത ടേം മെൻസ് റിയ. ഓപ്ഷൻ എ ഇല്ലീഗൽ മൈൻഡ്, ഓപ്ഷൻ ബി ഇന്നസെൻറ്റ് മൈൻഡ്, ഓപ്ഷൻ സി ഗിൽറ്റി മൈൻഡ്, ഓപ്ഷൻ ഡി മെച്യൂർ മൈൻഡ്. മെൻസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ആണെന്നറിയാം. റിയ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. മെൻസ് റിയ മീൻസ് ഗിൽറ്റി മൈൻഡ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. മെൻസ് റിയ മീൻസ് ഗിൽറ്റി മൈൻഡ്. അടുത്ത ലീഗൽ ടേം പെർ ക്യൂറിയം. ഓപ്ഷൻ എ ബൈ ദി കോർട്ട്, ഓപ്ഷൻ ബി ബൈ ദി ജഡ്ജ്, ഓപ്ഷൻ സി ബൈ ദി അഡ്വക്കേറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ക്യൂറിയം എന്ന് വെച്ചാൽ കോർട്ടാണെന്ന് മനസ്സിലാക്കാം. സോ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ എ ബൈ ദി കോർട്ട്. പെർ ക്യൂറിയം മീൻസ് ബൈ ദി കോർട്ട്. അടുത്ത ലീഗൽ ടേം പങ്ക്ടം ടെമ്പോറിസ് മീൻസ്. ഓപ്ഷൻ എ ടൈംലി അസിസ്റ്റൻസ്, ഓപ്ഷൻ ബി ടെമ്പററി പൊസിഷൻസ്, ഓപ്ഷൻ സി പോയിന്റ് ഓഫ് ടൈം, ഓപ്ഷൻ ഡി ഫങ്ഷണൽ അതോറിറ്റി. ഈ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പങ്ക്ടം മീൻസ് പോയിന്റ്, ടെമ്പോറിസ് മീൻസ് ടൈം. പങ്ക്ടം ടെമ്പോറിസ് പോയിന്റ് ഓഫ് ടൈം. ഓപ്ഷൻ സി പോയിന്റ് ഓഫ് ടൈം. പങ്ക്ടം ടെമ്പോറിസ് മീൻസ് പോയിന്റ് ഓഫ് ടൈം. അടുത്ത ലീഗൽ ടേം ക്വാണ്ടം മെറിറ്റ്. ഓപ്ഷൻ എ ആസ് മച്ച് ആസ് ഡിസേർവ്ഡ്, ഓപ്ഷൻ ബി ആക്ട് ഡൺ ഫോർ മെറിറ്റ്, ഓപ്ഷൻ സി ആക്ട് ഡൺ ഇൻ റിട്ടേൺ ഓഫ് സംതിങ് എൽസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആസ് മച്ച് ആസ് ഡിസേർവ്ഡ്. ക്വാണ്ടം മെറിറ്റ് മീൻസ് ആസ് മച്ച് ആസ് ഡിസേർവ്ഡ്. Res judicata means option A case to be decided, option B case already decided, option C case not to be decided, option D case posted for hearing. Res judicata means case not to be decided. Option C is the answer. Repugnant means option A inconsistent, option B consistent, option C of little use, option D none of these. Correct answer is option A inconsistent. Repugnant means inconsistent. അടുത്തത് റെസ്പോണ്ടൻറ്റ് സുപ്പീരിയർ. ഓപ്ഷൻ എ വൺ whom the liability lies, ഓപ്ഷൻ ബി ലെറ്റ് ദി മാസ്റ്റർ ആൻസർ, ഓപ്ഷൻ സി ലെറ്റ് ദി കോർട്ട് ഡിസൈഡ്, ഓപ്ഷൻ ഡി സുപ്രീം ജസ്റ്റിസ്. നിങ്ങൾ ഇത് ടേം വായിക്കുമ്പോഴേ റെസ്പോണ്ടൻറ്റ് സുപ്പീരിയർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളുണ്ട്, അവരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ ലെറ്റ് ദി മാസ്റ്റർ ആൻസർ. മാസ്റ്റർ ഒരു സുപ്പീരിയറാണ്, മാസ്റ്റർ റെസ്പോണ്ട് ചെയ്യട്ടെ. ലെറ്റ് ദി മാസ്റ്റർ ആൻസർ. റെസ്പോണ്ടൻറ്റ് സുപ്പീരിയർ മീൻസ് ലെറ്റ് ദി മാസ്റ്റർ ആൻസർ. Sui juris means option A of the own law, option B of the own right, option C of the own fact, option D of the own argument. Correct answer is option B of the own right. Sui juris means of the own right. Uberrima fide. Option A of good faith, option B of bad faith, option C of utmost good faith, option D none of these. Correct answer is option C of utmost good faith. Uberrima fide of utmost good faith. Ultra vires. Option A inside the power, option B with the power, option C outside the power, option D to the power. ഇവിടെ രണ്ട് ടേം, വേറെ ഒരു ടേമും കൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇൻട്രാ വയേഴ്സ്. ഇൻട്രാ മീൻസ് അകത്ത്, ഇൻസൈഡ് ദി പവർ. അൾട്രാ വയേഴ്സ് മീൻസ് ഔട്ട്സൈഡ്. വയേഴ്സ് മീൻസ് പവർ. അൾട്രാ വയേഴ്സ് ഔട്ട്സൈഡ് ദി പവർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി outside the power. Ultra wires outside the power. Ubi jus ibi remedium. Option A where there is a right there is a remedy. Option B where there is law there is a regulation. Option C both A and B. Option D none of the above. Just means what? Right. Remedium means remedy. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കിത് മനസ്സിലാക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഇസ് എ റെമഡി. ഉബി ജസ് ഇബി റെമഡിയം മീൻസ് വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഇസ് എ റെമഡി. ആക്ടറി ഇൻക്യുബിറ്റ് ഓണസ് പ്രബന്ധി.
Option A, equity follows justice. Option B, the burden of proof lies on the plaintiff. Option C, with the intention of making a will. Option D, the burden of proof lies on the defendant. ഈ മാക്സിമിൻ്റെ മീനിങ് ഓപ്ഷൻ ബി ദി ബേർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദി പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഫയൽ ചെയ്യുന്ന ആളെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. ഈ പ്ലെയിൻറ്റിഫ് കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചേക്കുമല്ലോ, അതൊക്കെ തെളിയിക്കാനുള്ള ബാധ്യത കേസ് ഫയൽ ചെയ്യുന്ന ആൾക്കാണ്. അതാണ് ആക്ട്രി ഇൻക്യുബിറ്റ് ഓണസ് പ്രൊബൻഡി. The burden of proof lies on the plaintiff. അടുത്ത മാക്സിമം നോക്കാം. ആക്ടോ പേഴ്സണാലിസ് മൊറിറ്റർ കം പേഴ്സണ. ഓപ്ഷൻ എ, എ പേഴ്സണൽ റൈറ്റ് ഡസ് നോട്ട് ഡൈ വിത്ത് പേഴ്സൺ. ഓപ്ഷൻ ബി, എ പേഴ്സണൽ റൈറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓപ്ഷൻ സി, എ പേഴ്സണൽ റൈറ്റ് ഓഫ് ആക്ഷൻ ഡൈസ് വിത്ത് പേഴ്സൺ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. Correct answer is option C, a personal right of action dies with the person. Acto personalis morita cum persona means a personal right of action dies with the person. Odi altrum paltrum. Option A, it is a principle of extradition law. Option B, when an adult speaks in public. Option C, hear the other side. Option D, none of the above. Correct answer is option C, hear the other side. Audi altrum paltrum means hear the other side. Communis error facit jus. Option A, common error makes law. Option B, error in law are common. Option C, justice delayed is justice denied. Option D, law takes its own course. Correct answer is option A, common error makes law. Communis error facit jus means common error makes law. Caveat emptor. Option A, let the sellers beware. Option B, let the buyers beware. Option C, let the doer beware. Option D, none of the above. Correct answer is option B, let the buyers beware. Caveat emptor means let the buyers beware. Ex aqua et bono. Option A, from the court. Option B, from great leader. Option C, according to rules and regulation. Option D, according to good and fair. Correct answer is option D, according to good and fair. Ex aqua et bono means according to good and fair. Injuria sine damnum. Option A, damage without injury. Option B, injury without damage. Option C, damage with injury. Option D, injury with damage. Correct answer is injury without damage. Sine means without. Injuria means injury and damnum means damage. So, injuria sine damnum means injury without damage. Ignorantia juris non excusat. Option A, ignorance of law is no excuse. Option B, ignorance of law is excused. Option C, ignorance of fact is not excused. Option D, none of these. Correct answer is option A, ignorance of law is no excuse. Ignorantia juris non excusat means ignorance of law is no excuse. Res ispa loquitur. Option A, the thing speaks for itself. Option B, contempt of court. Option C, at first sight. Option D, none of the above. Correct answer is option A, the thing speaks for itself. Res ispa loquitur means the thing speaks for itself. Sine qua non. Option A, an essential condition. Option B, agreement to the same. Option C, having command of mind. Option D, against the law. Correct answer is option A, an essential condition. Sine qua non, an essential condition. Salus populi suprema lex. Option A, soul of the republic is law. Option B, law is the end of justice. Option C, welfare of people is supreme law.
Option D, none of the above. Correct answer is option C, welfare of the people is supreme law. Salus populi suprema lex means welfare of people is supreme law. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസും മാക്സിംസും നോക്കാം. കവിയറ്റ് വെൻഡിറ്റർ, ലെറ്റ് ദി സെല്ലേഴ്സ് ബിവെയർ. കവിയറ്റ് ആക്ട് മീൻസ് ലെറ്റ് ദി ഡൂവർ ബിവെയർ. ഡെ ജുറെ മീൻസ് ബൈ ലോ. De facto means in fact. Damnum sine injuria, it means damage without injury. Bona fide means in good faith. Mala fide means in bad faith. Ignorantia facit excusat, it means ignorance of fact is excused. Estoppel, prevented from denying. Ex parte, it means proceedings in the absence of the other party. Innuendo means spoken words which are defamatory because they have a double meaning. Prima facie means on the face of it. Intra vires, with the power of. Ultra vires, beyond the power of. Lis pendens, a pending suit. Lex loci means place of law. Suo moto means on its own. Perjury means giving false testimony. Status quo means as it is. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കേൾക്കുക. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ലീഗൽ ടേംസും മാക്സിംസും നിങ്ങൾ പഠിച്ചിരിക്കുക. കഴിഞ്ഞ വർഷം 3A LLBക്ക് ഓൾമോസ്റ്റ് 12 ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 36 മാർക്കിനുള്ളതാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും വളരെ സ്ലോ ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളതും. ഓൾ ദി ബെസ്റ്റ്. If you have any doubts, please leave it in the comment box. Please give me a thumbs up if you like this video. Subscribe my channel and also press the bell icon to receive notification of new videos. Thank you for watching.